ശത്രുരാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ തന്ത്രപ്രധാന രഹസ്യങ്ങൾ ചോർത്തി സ്വന്തം രാജ്യത്തിന് കൈമാറുന്ന ചാരന്മാരും അവരുടെ അപകടകരവും സാഹസികവുമായ ജീവിതവും ചരിത്രത്തിൽ അപൂർവമല്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തെ ദീർഘകാലം വഞ്ചിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രുരാജ്യത്തിന്റെ ഡബിൾ ഏജന്റായി പ്രവർത്തിച്ച ഒരു ചാരൻ ലോക ചരിത്രത്തിൽ ഏറെയൊന്നും ഉണ്ടാകില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികൾ എന്ന് പേര് കേട്ട MI6നെയും CIA അയാൾ ഒരു പതിറ്റാണ്ടിലേറെ കാലം മണ്ടന്മാരാക്കിയത്. ലോകത്തിലെ ഏറ്റവും കൗശലക്കാരനായ ഡബിൾ ഏജന്റ് എന്ന് വിശേഷിക്കപ്പെട്ട കിം ഫിൽബിയുടെ ജീവിതം ഒരു വലിയ സ്പൈ സിനിമയേക്കാൾ വലിയ ത്രില്ലറായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്തും തുടർന്ന് ശീതയുദ്ധകാലത്തും ബ്രിട്ടനിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ സോവിയറ്റ് യൂണിയന് കൈമാറുകയും പിടിക്കപ്പെടുമെന്നായപ്പോൾ സോവിയറ്റ് യൂണിയനിലേക്ക് കടന്നു കളയുകയും ചെയ്ത ലോക പ്രശസ്തനായ സോവിയറ്റ് ഡബിൾ ഏജന്റാണ് കിം ഫിൽബി. ഇന്നും ലോക ചരിത്രത്തിൽ ഫിൽബിയെ വെല്ലുന്നൊരു ഡബിൾ ഏജന്റിനെ കണ്ടെത്താൻ സാധിക്കില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ ഫിൽബിയുടെ മകനായി 1912 പുതുവത്സര ദിനത്തിൽ ഇന്ത്യയിലെ ഹരിയാനയിലെ അംബാലയിലാണ് കിം ഫിൽബിയുടെ ജനനം. ചാരക്കഥകളിൽ ആകൃഷ്ടനായിരുന്ന പിതാവ് റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ നോവലിലെ ഒരു ചാര കഥാപാത്രത്തിന്റെ പേരായിരുന്നു മകന് നൽകിയത്. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ബ്രിട്ടനിലേക്ക് മടങ്ങിയ കിം ഫിൽബി വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലും പിന്നീട് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലും ചേർന്നു. കേംബ്രിഡ്ജിലെ വിദ്യാഭ്യാസ കാലത്താണ് ഫിൽബി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകൃഷ്ടനാവുന്നത്. ഫിൽബി ക്യാമ്പസിലെ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മകളിൽ സജീവമായി. വൈകാതെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഫിൽബിയും ക്യാമ്പസിലെ സമാന ആശയക്കാരായ സുഹൃത്തുക്കളും ചേർന്ന സംഘം പിന്നീട് കേംബ്രിഡ്ജ് 5 എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇക്കാലത്ത് തന്നെ ഇവർ സോവിയറ്റ് രഹസ്യാന്വേഷണ സംഘടനയായ KGBയുമായി ബന്ധം പുലർത്തിയിരുന്നു. ബിരുദം നേടിയ ശേഷം കിം ഫിൽബി വിയന്നയിലെ മാധ്യമപ്രവർത്തകനായി ജോലി നോക്കി. ഇക്കാലത്തും അദ്ദേഹം KGB ബന്ധങ്ങൾ തുടർന്നിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ചില സോവിയറ്റ് അനുകൂല സംഘടനകളുമായും സഹകരിച്ച് പ്രവർത്തിച്ചു. ഇക്കാലത്ത് സോവിയറ്റ് ഇന്റലിജൻസ് ഓഫീസറായിരുന്ന അർണോൾഡ് ഡോയിച്ച് ആയിരുന്നു കിമ്മിന്റെ സോവിയറ്റ് കോണ്ടാക്ട്. ഈ യുവ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ ഡോയിച്ച് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുമായുള്ള നേരിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാനും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നുഴഞ്ഞു കയറാനും പ്രേരിപ്പിച്ചു. ഇതിന് സമ്മതം മൂളിയതോടെ ഫിൽബിയെ KGB ഏജന്റായി റിക്രൂട്ട് ചെയ്തു. ഇതിനുശേഷം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സംഘടനയായ MI6ന്റെ ശ്രദ്ധ തന്റെ മേൽ പതിയാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. അതിനായി മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിരന്തരം സോവിയറ്റ് വിരുദ്ധ വാർത്തകൾ എഴുതി. കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു. 1940 ഈ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു. ഉന്നത വിദ്യാഭ്യാസവും നയതന്ത്ര കുടുംബ പശ്ചാത്തലവുമുള്ള ഒരു ബ്രിട്ടീഷ് രാജ്യസ്നേഹിയായാണ് ഫിൽബിയെ MI6 വിലയിരുത്തിയത്. MI6ൽ ഗൈ ബർജസ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു കിമ്മിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ബർജസും മറ്റൊരു സോവിയറ്റ് ഡബിൾ ഏജന്റ് ആയിരുന്നു. അതിനാൽ തന്നെ കേംബ്രിഡ്ജ് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും ഏജൻസിയിലെ പ്രമുഖർ അറിഞ്ഞില്ല. വളരെ പെട്ടെന്നായിരുന്നു MI6ൽ കിം ഫിൽബിയുടെ വളർച്ച. യുദ്ധം അവസാനിച്ചതോടെ MI6 സോവിയറ്റ് കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗം തലവനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പടിഞ്ഞാറൻ യൂറോപ്പിലെ സോവിയറ്റ് സ്വാധീനം തടയുകയായിരുന്നു ഈ വിഭാഗത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം. അക്കാലത്ത് സോവിയറ്റ് യൂണിയനിലെ ബ്രിട്ടീഷ് ചാരന്മാർ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലും ഫിൽബിയോടായിരുന്നു. ഇതെല്ലാം അപ്പോൾ തന്നെ KGBയിലേക്ക് എത്തി. അപ്പോഴേക്കും ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ഓഫീസർമാരിൽ ഒരാളായി അദ്ദേഹം പേരെടുത്തിരുന്നു. 1945 മികച്ച സേവനത്തിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഉന്നത പുരസ്കാരമായ OBE പോലും ലഭിക്കുകയുണ്ടായി. 1949 വാഷിംഗ്ടണിലെ ബ്രിട്ടീഷ് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ട പദവി ഇതായിരുന്നെങ്കിലും മറ്റൊരു നിർണായക ഉത്തരവാദിത്വവുമായിട്ടായിരുന്നു ഫിൽബിയെ MI6 അമേരിക്കയിലേക്ക് അയച്ചത്. ബ്രിട്ടീഷ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കിടയിലെ ഏറ്റവും പ്രധാന ലൈസൺ ഓഫീസർ എന്നതായിരുന്നു ആ ഉത്തരവാദിത്വം. CIAയും MI6ഉം തമ്മിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളിലെയും മുഖ്യ കണ്ണി കിം ഫിൽബി ആയിരുന്നു. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരായ നിർണായക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സോവിയറ്റ് വിരുദ്ധ നീക്കങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ മുഖ്യ ആസൂത്രകനായി ഉണ്ടായിരുന്നത് ഒരു KGB ഡബിൾ ഏജന്റ് ആയിരുന്നുവെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് അവകാശപ്പെടുന്ന 2 രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലെ തന്ത്രപ്രധാനമായ ജോലിക്കിടെ അതിനിർണായകമായ രഹസ്യങ്ങളാണ് കിം ഫിൽബി സോവിയറ്റ് യൂണിയന് ചോർത്തിക്കൊടുത്തത്. MI6ന്റെയും CIA യുടെയും നിർണായക വിവരങ്ങളെല്ലാം കിം വഴി സോവിയറ്റ് യൂണിയനിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു.
1950 അൽബേനിയയിലേക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ സായുധ സംഘങ്ങളെ അയക്കാനുള്ള തീരുമാനം കിം ചോർത്തി നൽകി. വിമതരെ പാരച്യൂട്ടിൽ അൽബേനിയയിലേക്ക് ഇറക്കുക എന്നതായിരുന്നു സഖ്യസേനയുടെ പദ്ധതി. പാരച്യൂട്ടിൽ അൽബേനിയയിൽ ഇറങ്ങിയ ഓരോ സംഘാംഗങ്ങളെയും കാത്തിരുന്നത് സോവിയറ്റ് സൈന്യത്തിന്റെ തോക്കുകളായിരുന്നു. അതോടെ ഈ അട്ടിമറി നീക്കം പരാജയപ്പെട്ടു. കൊറിയൻ യുദ്ധത്തിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നിർണായക നീക്കങ്ങളും ഇത്തരത്തിൽ എതിർചേരിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. പാരീസിലെ കാമുകിക്ക് എഴുതുന്ന കത്തുകളുടെ രൂപത്തിലായിരുന്നു അദ്ദേഹം വിവരങ്ങൾ കൈമാറിയിരുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിൽ പാരീസിലെ സോവിയറ്റ് എംബസിയിലേക്കാണ് ഈ കത്തുകൾ എത്തിയിരുന്നതെന്ന് തെളിഞ്ഞിരുന്നു. അക്കാലത്ത് തുർക്കിയിലെ സോവിയറ്റ് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന വോൾക്കോവ് ബ്രിട്ടൻ ഒരു കത്തയച്ചു. നല്ല പണം നൽകിയാൽ ബ്രിട്ടനിലെ റഷ്യൻ ചാരന്മാരുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കാമെന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. കത്ത് കിട്ടിയത് തന്നെ ഫിൽബിയുടെ കയ്യിലായിരുന്നു. അക്കാലത്ത് MI6 മറ്റു 2 സോവിയറ്റ് ഡബിൾ ഏജന്റുമാർ കൂടി ഉണ്ടായിരുന്നു, ഡൊണാൾഡ് മാക്ലറനും ഗൈ ബർജസും. ഇടക്കാലത്ത് ഇവരുടെ പ്രവർത്തനങ്ങളിൽ MI6 ചില സംശയങ്ങൾ വന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യമായി നിരീക്ഷിക്കാൻ ഏജൻസി തീരുമാനിച്ചു. ഇക്കാര്യം അറിഞ്ഞ ഫിൽബി വിവരം ഇവരെ അറിയിക്കുകയും ബ്രിട്ടൻ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സോവിയറ്റ് യൂണിയനിലേക്ക് രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. ഇവർ സോവിയറ്റ് ഡബിൾ ഏജന്റുമാരാണെന്ന് വ്യക്തമായതോടെ ഫിൽബിയിലേക്കും MI6 സംശയദൃഷ്ടി പതിഞ്ഞു. ആ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് കൂറുമാറി ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടിയ ചിലർ MI6 ഉന്നത സ്ഥാനത്ത് ഒരു സോവിയറ്റ് ഏജന്റ് ഇപ്പോഴും ഉണ്ടെന്ന് വെളിപ്പെടുത്തിയതും കാര്യങ്ങളുടെ ഗതി മാറ്റി. സംശയം ബലപ്പെട്ടതോടെ ഏജൻസി ഫിൽബിയെ അറസ്റ്റ് ചെയ്ത് നിരവധി തവണ ചോദ്യം ചെയ്തു. എന്നാൽ അദ്ദേഹം ഡബിൾ ഏജന്റ് ആണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഏജൻസിയിലെ ചില ഉദ്യോഗസ്ഥർ ഫിൽബിക്കെതിരായ നിരവധി തെളിവുകൾ കൊണ്ടുവന്നെങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നതർ അതെല്ലാം തള്ളിക്കളഞ്ഞു. ഇതിനെക്കുറിച്ച് ഫിൽബി പിന്നീട് പറഞ്ഞത്, നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും ബ്രിട്ടനിലെ വരേണ്യവർഗത്തിൽ ജനിച്ച താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന് വിശ്വസിക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്നാണ്. ഇതിനിടയിൽ 1951 ഫിൽബി MI6 നിന്ന് രാജിവെച്ചു. ഏജൻസിയിൽ നിന്ന് പുറത്തു വന്ന ഫിൽബി വീണ്ടും മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് തിരിഞ്ഞു. ഇതിനിടയിൽ സോവിയറ്റ് ഡബിൾ ഏജന്റുമാരായി ബന്ധപ്പെട്ട ന്യൂയോർക്ക് ടൈംസിലെ ചില വെളിപ്പെടുത്തലുകൾ പ്രസിദ്ധീകരിച്ചു. ഇതിലൂടെ കിം ഫിൽബി എന്ന പേര് വീണ്ടും ബ്രിട്ടനിൽ ചർച്ചയായി. ഫിൽബിയുടെ സോവിയറ്റ് ബന്ധം മറച്ചുപിടിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാർ ഇത് നിഷേധിച്ചു. ഇതിനിടയിൽ വിദേശകാര്യ സെക്രട്ടറി ഹറോൾഡ് മാക്മില്യൻ കിം ഫിൽബിയെ നിരപരാധിയായി പ്രഖ്യാപിച്ചു. ഈ സമയത്തെല്ലാം വിളിച്ച വാർത്താ സമ്മേളനങ്ങളിലെല്ലാം താൻ ഒരു ദേശദ്രോഹിയോ ഡബിൾ ഏജന്റോ കമ്മ്യൂണിസ്റ്റോ അല്ലെന്ന് ഫിൽബി ആണയിടുന്നുമുണ്ട്. 1956 ഒബ്സർവർ, എക്കണോമിസ്റ്റ് എന്നീ പത്രങ്ങളുടെ പ്രതിനിധിയായി ഫിൽബി ബെയ്റൂത്തിലേക്ക് പോയി. കുറച്ചു നാളുകൾക്ക് ശേഷം ബ്രിട്ടനിൽ അഭയാർത്ഥിയായി വന്ന മുൻ KGB ഉദ്യോഗസ്ഥൻ അനറ്റോളജി ഗോൾസ്റ്റിന് ഫിൽബി സോവിയറ്റ് ഡബിൾ ഏജന്റ് ആയിരുന്നുവെന്ന് MI6 വെളിപ്പെടുത്തി. ഇത് ശരിവെക്കുന്ന തെളിവുകളും അദ്ദേഹം ഏജൻസിക്ക് കൈമാറി. ഇതോടെ ബെയ്റൂത്തിൽ വെച്ച് ഏജൻസി ഫിൽബിയെ ചോദ്യം ചെയ്തു. തെളിവുകളുടെ മുന്നിൽ പതറിയ ഫിൽബിയോട് സോവിയറ്റ് ചാര സംഘടനയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും അന്വേഷണത്തോട് സഹകരിക്കാനും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. 3 ദിവസത്തോളം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ നടന്നു. നിക്കോളാസ് ഏലിയാറ്റ് എന്ന MI6 ഉദ്യോഗസ്ഥനാണ് ചോദ്യം ചെയ്യൽ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. നേരത്തെ ഏജൻസിയിൽ ഫിൽബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ നിരപരാധിത്വത്തിനായി ഏറ്റവും കൂടുതൽ വാദിക്കുകയും ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു നിക്കോളാസ്. 4ാമത്തെ ദിവസം ഫിൽബിയെ താമസിച്ചിരുന്ന കെട്ടിടത്തിലെത്തിയ ഏജന്റുമാർക്ക് അവിടെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. കിം ഫിൽബി രക്ഷപ്പെട്ടതായി ഞെട്ടലോടെ അവർ മനസ്സിലാക്കി. തനിക്കായി ബെയ്റൂത്ത് മുഴുവൻ വലവിരിച്ച CIA-യെയും MI6 വെട്ടിച്ച് 1963 ജൂലൈ 1 KGB അയച്ച കപ്പലിൽ ഫിൽബി മോസ്കോയിലേക്ക് കടന്നു. അതേസമയം ഫിൽബി ബ്രിട്ടനിലെത്തി വിചാരണ ചെയ്യപ്പെട്ടാലുണ്ടാകുന്ന നാണക്കേടും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഓർത്ത് MI6 തന്നെയാണ് ഫിൽബിയെ മോസ്കോയിലേക്ക് വിട്ടയച്ചതെന്നും വാദങ്ങളുണ്ട്. വൈകാതെ ഫിൽബി മോസ്കോയിലുണ്ടെന്നും തങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകിയതായും സോവിയറ്റ് യൂണിയൻ ഒരു ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടെ ബ്രിട്ടനിൽ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സർക്കാരും ഇന്റലിജൻസും സംവിധാനങ്ങളും രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. മുഖ്യധാരാ മാധ്യമങ്ങൾ സർക്കാരിനെ വിമർശിച്ച് പരമ്പരകൾ ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടു. ഫിൽബി കേംബ്രിഡ്ജ് 5 അംഗമായിരുന്നുവെന്നും അക്കാലത്ത് തന്നെ KGB റിക്രൂട്ട് ചെയ്തിരുന്നുവെന്നും മാധ്യമങ്ങൾ കണ്ടെത്തി. മോസ്കോയിലെത്തിയ ഫിൽബിക്ക് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. KGB-യിൽ ഉന്നത പദവി അദ്ദേഹത്തിന് ലഭിച്ചു. വൈകാതെ KGB-യുടെ പുതിയ ഏജന്റുമാരുടെ ട്രെയിനിങ് ചുമതല ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിച്ചു. 1968 കിം ഫിൽബിയുടെ അനുഭവക്കുറിപ്പുകൾ മൈ സൈലന്റ് വാർ എന്ന പേരിൽ പുസ്തകമായി പുറത്തിറങ്ങി. വിദ്യാർത്ഥി കാലം മുതലേ താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെന്നും താൻ ഒരിക്കലും ഒരു ഡബിൾ ഏജന്റ് അല്ലെന്നും ഒരു സാമ്രാജ്യത്വ സർക്കാർ ഏജൻസിക്കുള്ളിൽ നുഴഞ്ഞു കയറിയ സോവിയറ്റ് ഏജന്റ് ആണെന്നും ഫിൽബി പുസ്തകത്തിൽ പറഞ്ഞു. ഹിറ്റ്ലർക്കെതിരായി പാശ്ചാത്യ രാജ്യങ്ങൾ കാര്യമായി ഒന്നും ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് താൻ സോവിയറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും വെളിപ്പെടുത്തി.
സോവിയറ്റ് യൂണിയന് വേണ്ടി ഇംഗ്ലണ്ടിലും അമേരിക്കയിലും എല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം പുസ്തകത്തിൽ വിശദമായി എഴുതി. തങ്ങൾക്ക് സംഭവിച്ച പല പരാജയങ്ങൾക്കും കാരണം ഫിൽബി ആയിരുന്നുവെന്ന് അപ്പോഴാണ് ബ്രിട്ടൻ വ്യക്തമായത്. കണ്ടെത്തിയതിലും എത്രയോ വലിയ കാര്യങ്ങളാണ് ഫിൽബി ഏജൻസിക്കുള്ളിൽ നടത്തിയതെന്ന് അവർ തിരിച്ചറിഞ്ഞു. കുറച്ച് സുഹൃത്തുക്കളെ വഞ്ചിക്കേണ്ടി വന്നതിലൊഴിച്ച് മറ്റൊരു കാര്യത്തിലും തനിക്ക് കുറ്റബോധമില്ലെന്നും പുസ്തകത്തിലൂടെ ഫിൽബി വ്യക്തമാക്കിയിരുന്നു. 1988 തൻ്റെ 76-ാമത്തെ വയസ്സിൽ കിം ഫിൽബി അന്തരിച്ചു. ഒരു സോവിയറ്റ് വീരനായി പ്രഖ്യാപിച്ച് വലിയ ഔദ്യോഗിക ചടങ്ങുകളോടെയായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത്. അവസാന കാലത്ത് കിം കടുത്ത മദ്യപാനത്തിന് അടിമയായിരുന്നെന്നും താൻ ചെയ്തുപോയ തെറ്റുകൾക്ക് പശ്ചാത്തപിച്ചിരുന്നുവെന്നും പിന്നീട് ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു.